ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നേരത്തായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു പ്രായം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നെയ്മറിന് എന്തായാലും ഈസി ആയിട്ട് ഒരു വേൾഡ് കപ്പിന് കളിക്കാൻ. ചില താരങ്ങളെ നമ്മൾ ഓർക്കുന്നത് ചിലപ്പം അവർ നേടിയ കിരീടങ്ങൾ കൊണ്ടായിരിക്കില്ല, അവർ കളിച്ച ഫുട്ബോൾ കൊണ്ടാണ്, അവർ നമുക്ക് തന്ന സന്തോഷം കൊണ്ടാണ്, അവർ സഹിച്ച വേദന കൊണ്ടാണ്. ആ ഒരു വേദനക്ക് ഉദാഹരണമാണ് നെയ്മർ ജൂനിയർ. ആ ഒരു മഞ്ഞ ജേഴ്സിയിൽ നെയ്മർ വന്ന മുതൽ ബ്രസീലിൻ്റെ ഒരു പണ്ടത്തെ കളിശൈലി, ആ ഒരു ജോഗോ ബൊണിറ്റോ കളിശൈലി തിരിച്ചു വന്നതായിട്ട് ഒരുപാട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. ട്രിബിളിംഗ് ആയാലും സ്റ്റൈലായാലും നെയ്മറിൻ്റെ ഒരു ചിരിയായാലും അദ്ദേഹം കാണിച്ചിരുന്ന ഒരു മാജിക് ആയാലും. ബ്രസീലിനായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഒരാൾ പെലെയുടെ റെക്കോർഡിനൊപ്പം പിന്നെ ആ റെക്കോർഡ് മറികടന്നു. ബ്രസീലിനായിട്ട് കോൺഫറൻസ് കപ്പ് നേടിക്കൊടുത്ത് സ്വന്തം രാജ്യത്തിന്റെ പ്രതീക്ഷകൾ വളരെ കാലം സ്വന്തം തോളിൽ ഏറ്റി നടന്നൊരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ. ഒരു വ്യക്തി എത്ര തവണ കരയും? 2014 ക്വാർട്ടർ ഫൈനൽ മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് 2018 റഷ്യൻ വേൾഡ് കപ്പിൽ കരയണത് നമ്മൾ കണ്ട്, 2022 ഖത്തറിൽ നമ്മൾ കരയണ കണ്ടു. ഇപ്പം ഇക്കഴിഞ്ഞ ഈ ലോകകപ്പിൽ നോർവേക്കെതിരെ തോറ്റപ്പോഴും നെയ്മർ കരയണത് നമ്മൾ കണ്ടു. ആസ് എൻ അർജന്റീന ഫാൻ എൻ്റെ പേഴ്സണലി എനിക്ക് നെയ്മറിനോട് എപ്പോഴും ബഹുമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും 2016 കോപ്പ അമേരിക്കയിൽ മെസ്സി പെനാൽറ്റി പുറത്ത് കടിച്ചിട്ട് മെസ്സി വിരമിച്ചപ്പോൾ മെസ്സിനെ ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഏതൊക്കെ രീതിയിലാണ് ട്രോൾ ചെയ്യുന്നത് എല്ലാവരും ഇവിടെ ഇരുന്ന് കണ്ടതാണ്. ഓരോ ഫാൻസും ബ്രസീൽ ഫാൻസ് ആയാലും പോർച്ചുഗൽ ഫാൻസ് ആയാലും മെസ്സിനെ വളഞ്ഞിട്ട് ആക്രമിക്കായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ലോകകപ്പിൽ നോർവേക്കെതിരെ ബ്രസീൽ തോറ്റു പുറത്തായപ്പം നെയ്മറിന്റെ കണ്ണീര് കണ്ടപ്പോൾ ഒരാൾക്കും ഒരു രീതിയിലും ആ ഒരു കണ്ണീരിനെ പരിഹസിക്കാൻ പറ്റൂല. ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാനിന് ജേഴ്സികൾ വേറെ ആയിരിക്കാം, രാജ്യങ്ങൾ വേറെ ആയിരിക്കും, പക്ഷേ എല്ലാവർക്കുള്ള വേദന, ആ ഒരു വേദനയ്ക്ക് ഒരൊറ്റ ഭാഷയുള്ളൂ.